നമ്മളെപ്പോഴും പറയും ഈശോ സ്നേഹമാണ്, ഈശോ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, ഈശോ ലോകം മുഴുവൻ സൃഷ്ടിച്ചു, എല്ലാം കാത്തു പരിപാലിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ആ അറിവ് വളരെ വലിയ കാര്യം തന്നെയാണ്. എന്നാലും ഈശോയ്ക്ക് നമ്മളോട് വ്യക്തിപരമായ സ്നേഹമുണ്ട് എന്നുള്ള കാര്യം വ്യക്തിപരമായ അനുഭവ തലത്തിൽ നമുക്ക് ബോധ്യമാവുന്നിടത്താണ് നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക. വ്യക്തിപരം നമുക്ക് മറ്റാരുടെ സാക്ഷ്യം കേട്ടിട്ടല്ല, മറ്റുള്ളവരുടെ അനുഭവം കേട്ടിട്ടല്ല, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈശോ എന്നെ മാത്രം സ്നേഹിക്കുന്നു, ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന ഒരു അനുഭവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുക. ഈശോ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെല്ലാവരും ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത്, എഫെസൊസുകാർക്ക് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കും. നമ്മൾ അവിടുത്തെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മളെല്ലാവരും ചെയ്യാൻ മുൻകൂട്ടി ഈശോ തയ്യാറാക്കിയ സൽപ്രവൃത്തികളുണ്ട്. അപ്പം ഈശോയുടെ ആ ഒരു പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ സൽപ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കൊച്ചു ത്രേസ്യയുടെ പുസ്തകത്തിൽ വായിക്കുകയാണെ, അതായത് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയണം. കൊച്ചു ത്രേസ്യ പറയുകയാണെ, സൂര്യൻ എല്ലാ വൃക്ഷങ്ങൾക്കും ഭൂമിക്ക് മുഴുവനും വെളിച്ചം കൊടുക്കുന്നു. വലിയ പർവ്വതങ്ങൾക്കും വലിയ വൃക്ഷങ്ങൾക്കും വെളിച്ചം കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും നിസ്സാരം, കണ്ണിന് കാണാൻ പോലും സാധിക്കാത്തത്രയും കുഞ്ഞ് ഡെയ്സി പൂക്കൾക്ക് പോലും അത് മാത്രം ഈ ഭൂമിയിലുള്ളൂ എന്ന രീതിയിൽ ആണ് സൂര്യൻ വെളിച്ചം കൊടുക്കുന്നത് എന്ന് പറയുന്നവരാണ്. ഈശോ നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു.